ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചടപടെ കെട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ട് പറയുന്നത് നമ്മൾ അൻവിക കുട്ടിക്ക് ഒരു ജസ്റ്റ് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ തന്നെ ചെയ്ത് കൊടുക്കൽ ഇടയ്ക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയൊരു മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കുട്ടികൾക്ക് എങ്ങനെ ചെറുങ്ങനായിട്ട് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഹായ്. നോക്കട്ടെന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്യണ്ട അല്ലേ? എല്ലാം ചെയ്യണ്ട നമുക്ക് എന്തായാലും. കാരണം കുട്ടികൾക്ക് നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഫൗണ്ടേഷൻ ഇതൊക്കെ കുറച്ച് കുറച്ചാക്കിയിട്ട് നോക്കണം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. അധികം ഞാൻ കുറച്ച് നല്ലോണം നമ്മളിത് ചൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾക്കല്ലേ നമ്മുടെ സ്കിന്നിന് മാക്സിമം നമ്മളധികം ഒന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത് മേക്കപ്പ്. പിന്നെ അവരിങ്ങനെ പണ്ടത്തെ കുട്ടികളല്ലല്ലോ ഇപ്പം. അവർക്കിപ്പം നമ്മളെ പോലെ നടന്നാൽ പോരല്ലോ അല്ലേ? എനിക്ക് അത്യാവശ്യം കല്യാണമെന്നെല്ലാം പറയുമ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തിപ്പോൾ പോകുന്നത് കുട്ടികൾ. അതിൻ്റെ പോലെ അമ്മമാര് അവർ മേക്കപ്പ് ചെയ്ത് ഒരുക്കുന്നതും കൂട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഇത് നമ്മൾ വാനിലേൻ്റെ ഷെയ്ഡാണ്. ഓക്കെ, ബ്ലൂ ഹെവൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ സ്റ്റിക്ക്. നമ്മൾ മാക്സിമം നമ്മുടെ പൗഡർ യൂസ് ചെയ്യാതിരിക്കണ്ട. കാരണം പൗഡർ നല്ല സാധനം നല്ല, അതിനേക്കാൾ എല്ലാം നല്ലതല്ല. എല്ലാം മേക്കപ്പ് സെറ്റും കെമിക്കൽസ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇതുണ്ടാവും എന്നാ കുറച്ച് അതിൻ്റെ എല്ലാം ഇതുണ്ടാവും, നമ്മുടെ സ്കിന്നിനെ ബാധിക്കും എന്ന് വെച്ചാലും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഇടക്ക് എപ്പോഴെങ്കിലല്ലേ കല്യാണത്തിലാണ് അപ്പം യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മൾ നല്ല സാധനങ്ങൾ യൂസ് ചെയ്യാം. പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെ മാക്സിമം കുട്ടികൾക്കായാലും. എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യാം. ഞാനല്ല വലിയ മേക്കപ്പ് ആയിരുന്നല്ല, എന്നാലും പറയുന്നത് എന്ന് വെച്ചാൽ പാച്ച് ടെസ്റ്റ് നിർബന്ധം എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ സാധനം യൂസ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പോൾ നമ്മൾ പാച്ച് ടെസ്റ്റ് എന്തിനും മസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അധികം വേണ്ടല്ലോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അധികം ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് അതുപോലെ നെക്സ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഐബ്രോസ് വലിയ മേക്കപ്പ് കിറ്റെല്ലാം ഉണ്ടായിട്ട് ആളെടുക്കണം. ഭയങ്കര മേക്കപ്പ് കിറ്റാണ്. വളർച്ച കഴിച്ചുകൊണ്ടുള്ള മേക്കപ്പ് കിറ്റാണ്. ഇതെല്ലാം സ്റ്റോക്കാണ് അൻവികയുടെ കയ്യിൽ. ഇതെല്ലാം ഇട്ടിട്ടാണ് അവളൊക്കെ പോയി, മനസ്സിലായില്ലേ? സത്യസന്ധമായ കാര്യം. നമുക്ക് ഇത് കഴിഞ്ഞു നമുക്ക് ഐലൈനർ
ഓക്കെ, അപ്പോ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ. സൂപ്പറാണ് ഗൈസ്, എല്ലാവരും ഇതേ കണക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാ? ശരിക്കും ഇഷ്ടപ്പെട്ടാ? സിമ്പിൾ ആയിട്ടില്ലേ? അല്ല അധികം ഒന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് ഫേസ്? നിങ്ങൾ കമന്റ് ചെയ്യണേ. ബിഫോർ ആഫ്റ്റർ നോക്കണം. എന്നിട്ട് സിമ്പിൾ ആയിട്ടാട്ടോ, അധികം ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് കുട്ടികൾക്ക് എപ്പോഴും ചെയ്യുമ്പോൾ അധികം മേക്കപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, നമുക്ക് നല്ലതല്ല. കുട്ടികൾക്കല്ല, നമുക്ക് തന്നെ ഫേസിന് ശരിക്കും മേക്കപ്പ് നല്ലതല്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ് അല്ലെ. നമ്മളെപ്പോഴും എന്തിനാണ് മുഖത്ത് മേക്കപ്പ് ചെയ്യുന്നത്? ശരിക്കും ചോദിച്ചാൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നന്നായിട്ട് നടക്കാനും നല്ല ഫേസൊക്കെ നല്ല വൃത്തി ചെയ്ത് നമ്മൾ നല്ല മേക്കപ്പ് ചെയ്ത് നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മളെ മുഖം നമ്മളെ കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്ത് ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം. അതിന് വേണ്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. നമ്മളെ ആരും ബോധിപ്പിക്കാനോ അല്ല നമ്മളെന്താ അല്ലേ. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ് നോക്കാം. അപ്പം അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. ആരും കുട്ടികൾക്കായാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ കുട്ടികൾ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.